ചിലർക്ക് പരാജയങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. ഒരിക്കലും അത് കുറ്റമായിട്ടല്ല, അത് അവർ വളർന്നു വന്ന സാഹചര്യവും അവർ നേരിട്ടിട്ടുള്ള പല കാര്യങ്ങളൊക്കെ എല്ലാം ബേസ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഒരു ഷാനവാസിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മെയിൽ ഷോമിനിസ്റ്റ് ആണെന്നുള്ളത് ബിഗ് ബോസ് ഹൗസിലുള്ള പല മത്സരാർത്ഥികളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് അവർക്ക് വളരെയധികം ഈ ഷാനവാസിനോട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആദിലയും ന്യൂറോയും വരെ ഇത് പറയുകയും അതിനുശേഷം ഈ ആദില ന്യൂറോയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളടക്കം ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ അനുമോൾ കപ്പടിച്ചതിന് ശേഷം നമ്മൾ കണ്ടാണ് പുറത്തിറങ്ങിയ ഷാനവാസ് അങ്ങനെ അധികം ആരോടും ഇന്ററാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ മീഡിയയും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പോഴെല്ലാം അദ്ദേഹം അതിൽ നിന്ന് കൊഴിഞ്ഞു മാറുകയും പിന്നെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർ ഓടി വന്ന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം എല്ലാത്തിൽ നിന്നും പിന്മാറി വളരെയധികം സൈലന്റ് ആയിപ്പോട്ടെ. എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ഇന്റർവ്യൂസ് മാത്രം ഷാനവാസിന് എന്തായാലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ, അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നതിന് ശേഷം. അതായത് ഷാനവാസ് ഈ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളോ അല്ലെങ്കിൽ ക്യാമറയിൽ കാണുമ്പോൾ ഭയം തോന്നുന്ന ആളൊന്നുമല്ല. നല്ല രീതിയിൽ തന്നെ ആൾക്കാരുമായിട്ട് സംസാരിക്കും, നല്ല രീതിയിൽ തന്നെ ക്യാമറക്ക് മുന്നിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആളൊക്കെ തന്നെയാണ്. സോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരാജയം അദ്ദേഹത്തിന് എവിടെയൊക്കെയോ കുറച്ചൊക്കെ ഒരു കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനൊക്കെ അദ്ദേഹം കുറച്ചിരുത്തിരി പുറകോട്ട് തന്നെ പോകുന്നുണ്ട്. സ്റ്റാർ സിംഗറിൽ വരെ എന്തായാലും ഗസ്റ്റ് ആയിട്ടൊക്കെ എന്തായാലും ഇവരൊക്കെ പോയിരുന്നു. അപ്പൊ ആ സമയത്താണെങ്കിലും അവിടെ നോക്കുകയാണെങ്കിൽ അനുമോൾ ആയിക്കോട്ടെ ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, കാര്യങ്ങളിലൊക്കെ എന്തായാലും ഇടപെടുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ തന്നെ കുറച്ച് മൂവ്മെന്റ്സ് എന്തായാലും അവർ കൊടുക്കുന്നുണ്ട്. അതേസമയം അനീഷും ഷാനവാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കുറച്ച് മാത്രം അവരൊക്കെ സംസാരിക്കുന്നുള്ളൂ. അതായത് അനീഷിന്റെ ഒരു കാര്യം ഞാൻ ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അനീഷ് ഇത്തരത്തിൽ കണ്ടിന്യൂ ചെയ്ത് നല്ല തന്നെ ഈ ഒരു സാധ്യതകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവായിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ പേഴ്സണലി കണക്കാക്കുന്നത്. അതായത് ഇത്തരത്തിൽ ക്യാമറക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം ഇത്തരത്തിൽ പ്രസംഗിക്കുക, കൂടുതൽ ഇത്തരത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാര്യത്തിനകത്തൊന്നും അനീഷ് അങ്ങനെ മുന്നോട്ട് ഇനി വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അനീഷിന്റെ ആ ഒരു രീതി അങ്ങനെയാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഇനി മാറ്റം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇതുവരെ ഞാൻ മനസ്സിലാക്കിയ ഒരു അനീഷ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു സൈലന്റ് ആയിട്ട് നിന്ന് വളരെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ മാത്രം ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. അതേസമയം ഷാനവാസ് അത്തരത്തിലുള്ള ഒരാളല്ല, നമുക്കറിയാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ ഡൊമിനേറ്റ് ചെയ്ത് ആൾക്കാർക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാനും എല്ലാം കഴിവുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ആ ഒരു ഷാനവാസ് അടക്കം ഇത്തരത്തിൽ സൈലന്റ് ആയിട്ട് മാറി അനീഷിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷാനവാസിന് എന്തൊക്കെയോ കാര്യങ്ങൾ എഫക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നോട്ട് വന്ന് നിൽക്കുന്നതിനൊക്കെ എവിടെയൊക്കെ ഒരു മടി ഷാനവാസിന് എന്തായാലും പുറകോട്ട് വലിക്കുന്നത്. ഒരിക്കലും ഞാൻ ഷാനവാസിനെ നെഗറ്റീവായിട്ട് പറഞ്ഞതോ കാര്യങ്ങളൊന്നുമല്ല. ഇത്തരത്തിൽ കാര്യങ്ങൾ ഈ പറയുന്ന പരാജയം അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും അത് ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇപ്പൊ ബിഗ് ബോസ് ഹൗസ് സീസൺ 7 തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യം എവിക്റ്റ് ആയി പുറത്തേക്ക് വന്ന മുൻഷി രഞ്ജിത്തിന്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ആരോടും ഇത്തരത്തിൽ സംസാരിക്കാനോ കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല, അദ്ദേഹം നേരെ ഇറങ്ങിപ്പോവുകയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് അത് എവിടെയൊക്കെയോ കൂടുതൽ ഹേർട്ട് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം തിരിച്ചു കയറിയ ഈ പറയുന്ന ലാസ്റ്റ് സമയങ്ങളിൽ അദ്ദേഹം ബിഗ് ബോസിലേക്ക് തിരിച്ചു കയറുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് അവിടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വളരെയധികം ആക്റ്റീവ് ആകുകയും താൻ ഇത്രയധികം സീരിയസ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കാൻ അറിയാം, താനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു മുൻഷി രഞ്ജിത്തിനെ നമ്മൾ കണ്ടതാണ്. സോ അത്തരത്തിൽ തന്നെ ഷാനവാസിനും ഇത് എവിടേക്കോ കൂടുതൽ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ എന്നാലും മനസ്സിലാക്കുന്നത്. അതായത് ഷാനവാസ് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആവാൻ എന്തുകൊണ്ടും സാധ്യതയുള്ള ഒരാൾ തന്നെയായിരുന്നു. അതായത് നമ്മൾ ഇതിനു മുന്നേ നോക്കുകയാണെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അഖിൽ മാരർ, അതൊക്കെ പോലത്തെ ഒരു ലെവലിൽ നിൽക്കാൻ മാത്രം കഴിവുള്ള ഒരു ആള് തന്നെയായിരുന്നു ഷാനവാസ്. പക്ഷെ ഷാനവാസ് എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്, അത് എത്രത്തോളം നല്ല ഇതിന് ആക്റ്റീവായിട്ട് അത് നിന്നിട്ടുണ്ട് എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഷാനവാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ക്യാമറക്ക് മുന്നിൽ നിന്നും അദ്ദേഹം ഇത്തരത്തിൽ മാറി നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിഗമനം എന്താണെന്നും ഒന്ന് കമന്റ് ചെയ്യുക.